എപ്പോഴും കുട്ടികളെ പറ്റി ചോദിക്കുമ്പോൾ ഉത്തരം ഇപ്പോഴില്ല എന്നാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആൻഡ് ഓൾസോ ഇതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു കേട്ടോ. കാരണം ചേട്ടനെ മിസ് ചെയ്യാറുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. എല്ലാവരും എന്നോട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല, മിസ് ചെയ്യാറില്ല എന്ന് പറയും. ഈവണ്ടോ മിസ് ചെയ്താൽ ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. കാരണം ഫസ്റ്റ് യൂട്യൂബ് ഇൻകം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡാൻസ് തന്നെ ഇപ്പോൾ 11 മില്യൺ എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മാരേജ് ഡാൻസ് ഏകദേശം 30 മില്യൺ എന്തോ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളായിട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു മാസം മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളൊരു Q&A ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു ചേച്ചി എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുറച്ച് തിരക്കായി പോയി. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 മാസമായി ഒരു Q&A ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അന്ന് ചെയ്തപ്പോൾ 10 lakhs കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫാമിലി 12 lakhs എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിനെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ നമുക്ക് Q&Aയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ക്വസ്റ്റനിൽ പോകുന്നതിന് മുന്നേ നമ്മളിത് കമ്മ്യൂണിറ്റി ടാബിൽ നിന്ന് മാത്രം എടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരു Q&A ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് നമ്മളോട് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്തവണ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാം അല്ലേ? Okay, so the first question is, what was the reaction of your family while you host a grand ceremony event like Leora? അപ്പോൾ ലെയോറ ആക്ച്വലി നിങ്ങൾക്ക് അറിയുണ്ടാകും, നമ്മുടെ സ്റ്റുഡിയോൻ്റെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആണ് നമ്മൾ ലെയോറ എന്നുള്ള പേരിൽ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഫാമിലിയുടെ റിയാക്ഷൻ ഓഫ് കോഴ്സ് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് ഈവൻ ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മ എന്ന് പറയുന്നത് എന്നെ ചെറുപ്പം മുതലേ ഓരോ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 4 വയസ്സിലാണ് ആദ്യമായിട്ട് ചേട്ടയുടെ കൂടെ പെർഫോം ചെയ്യുന്നത്. ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു സോങ്ങിനാണ്. അന്ന് മുതൽ ഇപ്പോൾ വരെ ഞാൻ എന്ത് സ്റ്റേജ് പെർഫോമൻസ് ആയിക്കോട്ടെ, ഇനി വല്ല TV ഷോസ് ചെയ്തോട്ടെ, എന്തായിക്കോട്ടെ, അതിൽ കോസ്റ്റ്യൂം എടുക്കുക, അതിൽ കൊണ്ടുപോവുക, അതിൽ മാക്സിമം എഫേർട്ട് ഇടുന്നവരായിരുന്നു അച്ഛനും അമ്മയും. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഓണായിട്ട് ഒരു സ്റ്റുഡിയോ തുടങ്ങിയെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിത്തത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരോട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു സ്റ്റുഡിയോ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ആകെ വിചാരിച്ചിരുന്നത് ഓക്കെ അവൾ MBA കഴിഞ്ഞിട്ട് HR ആവും, HR മാനേജർ ആവും, അങ്ങനെ പ്രൊഫഷണലി കുറച്ച് സംഭവമായി കാണാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്ത് അതൊരു പ്രൊഫഷനാക്കി കൺവേർട്ട് ചെയ്തു. ആൻഡ് അതിൽ നിന്നൊരു സക്സസ് ബിൽഡ് ചെയ്യാൻ പറ്റിയതിൽ അവർ ഭയങ്കര പ്രൗഡാണ്. മാത്രമല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, ബട്ട് ദേ ആർ വെരി സപ്പോർട്ടീവ്. ആൻഡ് അവരായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല രാമുൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഓക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അടിപൊളി എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവ് ഫാമിലി തന്നെയാണ്. അപ്പോൾ ഫാമിലിയുടെ റിയാക്ഷൻ ഓഫ് കോഴ്സ് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ആൻഡ് അത് കാണുന്നതാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ ഗൈസ്, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹാവ് യു എവർ ഹാഡ് എ വിയേർഡ് ഫാൻ ഇൻട്രാക്ഷൻ? ഫാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ വന്ന് നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ വിയേർഡായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ചെന്നാലും അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടെന്നുള്ളതാണ് സത്യം. ആൻഡ് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളെ മനസ്സിലാക്കി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ടുള്ള കലാകാരിക്ക് അതൊരു ചെറിയ കാര്യമല്ല. കാരണം അവർ ആ എഫേർട്ട് എടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാം ഭയങ്കര എന്നെ സംബന്ധിച്ചിട്ട് വലിയ കാര്യമാണ്. അതിൽ വിയേർഡായിട്ട് തോന്നുന്ന മിക്കപ്പോഴും വന്ന് സംസാരിക്കാറുള്ളത് ഒന്നെങ്കിൽ ചെറുപ്പം കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ളവർ തന്നെയായിരിക്കും കേട്ടോ. പക്ഷെ ലാസ്റ്റ് ഞാൻ ക്രിസ്മസിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇത് റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിൻ്റെ ഇതായിട്ട്. അപ്പോൾ അതിലുള്ള ഒരു ആൻറ്റി, എൻ്റെ അമ്മയുടെ പ്രായമൊക്കെ കാണും കേട്ടോ. ആൻറ്റി ഓടി വന്നിട്ട് നീ ആ നട്ടല്ലേ എല്ലില്ലാതെ ഡാൻസ് കളിക്കണം കൊച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ഷോക്കായി പോയി, കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു, അല്ല കൊച്ചേ നിൻ്റെ വീഡിയോയിൽ കാണാൻ വലുതാണല്ലോ, നീ ഇച്ചിരി ഉള്ളോ എന്നിങ്ങനെ ചോദിച്ച്. അപ്പോൾ അത് ലൈക്ക് എന്നെ സംബന്ധിച്ചിട്ട് അത് കേട്ടപ്പോൾ ഞാൻ അയ്യോ നായി പോയെങ്കിലും പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അവരാ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഡാൻസ് ഉദ്ദേശിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ പോലും നമ്മുടെ അമ്മമാരുടെ പ്രായമുള്ളവരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അവരിലേക്ക് നമ്മുടെ കോണ്ടന്റ് എത്തുന്നുണ്ട്, അവരും നമ്മുടെ കോണ്ടന്റ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി.
പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണെന്നുള്ള കാര്യം. വല്ലപ്പോഴും എന്നെ കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാറ് പോലുമില്ല. രാമുണ്ണെ കണ്ടിട്ടാണ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വന്നത്. ഓ ഇത് വൃന്ദയായിരുന്നല്ലേ, ആദ്യം രാമുണ്ണെ കണ്ടത്, രാമുണ്ണെ കണ്ടപ്പോഴാണ് മനസ്സിലായേ എന്നിങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് ക്യാമറയിൽ വരുന്ന ആ ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വിയേർഡല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിട്ട് തോന്നി. പക്ഷേ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജ് ഗ്രൂപ്പ് മാത്രമല്ല, പല ഏജ് ഗ്രൂപ്പുകാരും നമ്മുടെ കോണ്ടന്റ് ആസ്വദിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ടാലൻറ്റ് കാണുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് പേഴ്സണൽ ചോദ്യമാണ്, പക്ഷെ എന്നാൽ പോലും നമ്മുടെ DMസിലും പിന്നെ Q&Aയിലൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ എടുത്തൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. എപ്പോഴും കുട്ടികളെ പറ്റി ചോദിക്കുമ്പോൾ ഉത്തരം ഇപ്പോഴില്ല എന്നാണ്, എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചേക്കാണ്. അപ്പോൾ ഓഫ്കോഴ്സ് അത് നമ്മുടെ ഒരു പേഴ്സണൽ ഡിസിഷനാണ്, വേറൊന്നും കൊണ്ടല്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ കുറച്ചും കൂടെ എൻ്റെ പേഴ്സണൽ ഗ്രോത്തും അതെല്ലാം ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുക, അത് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുക, സ്കിൽ ഡെവലപ്മെൻറ്റ്, അതൊക്കെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് എന്നെ സംബന്ധിച്ചിട്ട് ഒരു പാരൻ്റ് ആവുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക് അല്ല, അത് വേറൊരു ഫേസാണ് നമ്മുടെ ലൈഫിലെ. ആ ഒരു ഫേസ് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ളൊരു ഫേസാണ്. ആൻഡ് അതിലേക്ക് നമ്മൾ മെൻ്റലിയും ഇമോഷണലിയും കുറച്ചുകൂടെ പ്രിപ്പയർ ആവാനുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം മാരേജ് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കുട്ടികളാണ് എന്നതൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ആയതുകൊണ്ട് മാത്രം അതിലേക്ക് കടക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ മെൻ്റലി പ്രിപ്പയർ ആവണം. കാരണം ഒരു കുട്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു പുതിയൊരു ഇൻഡിവിജ്വൽ വരിക എന്നുള്ളതാണ്. അവരെ നമ്മൾ റേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്നേഹം കൊടുക്കണം, അവർക്ക് നമ്മൾ നമ്മുടെ പ്രസൻസ് കൊടുക്കണം, കൂടാതെ അവരെ വാല്യൂസ് പറഞ്ഞ് ബിൽഡ് ചെയ്യിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു മദർഹുഡ് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയതിനു ശേഷം ഞാൻ ഒരാളെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ റേസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് രാമുണ്ണും ഈ ഒരു സെയിം തോട്ട് പ്രോസസ്സിലുള്ള ഒരാളാണ്. കാരണം രാമുണ്ണിനെ സംബന്ധിച്ചിട്ട് ഒരു കുട്ടി വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് സിമിലർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് ഇപ്പോൾ നാളെ ഒരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞൊന്നും ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ അതിലേക്ക് നമ്മൾ തന്നെ മെൻ്റലി ഓഫ് കോഴ്സ് പ്രിപ്പയർ ആവുമല്ലോ. സോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് മാറ്റി വെച്ചിരുന്നത് നൗ വി ആർ ഇൻ ടു അവർ സെൽഫ് ഡെവലപ്മെൻറ്റ്, അതിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ആൻഡ് മദർഹുഡ് ഇസ് സംതിങ് ലൈക്ക് നമ്മൾ കുറച്ചും കൂടെ എൻജോയ് ചെയ്യേണ്ട ഒരു ഫേസാണ്. ആൻഡ് ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി ആ ഒരു പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ആകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആസ് ഓഫ് നൗ ഞാൻ ആ ഒരു മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടില്ല, ഇനി ഇമോഷണലിയും അങ്ങനെ ആയിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ആൻഡ് ആ ഒരു ഫേസ് ഇനി അധികം നാളുകൾ ഉണ്ടാവില്ല, വേഗം തന്നെ വരുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഞാനും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെയ്ത എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ഓർത്ത് റിഗ്രറ്റ് അടിച്ച് ഇരുന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓഫ് കോഴ്സ് എല്ലാ മനുഷ്യരെ പോലെയും ഞാൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള പോയിന്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് റിഗ്രറ്റ് അടിച്ച് അതിപ്പോഴും ഒരു റിഗ്രറ്റായി എന്നാൽ ഞാൻ കാണുന്നുമില്ല. ആൻഡ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിങ് ടൈം, വാല്യൂ ആൻഡ് എനർജി ടു അൺനെസസറി പീപ്പിൾ ഇൻ മൈ ലൈഫ്. അതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ. അത് എല്ലാ ടൈമിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യവുമാണത്. ലൈക്ക് നമ്മൾ വിചാരിക്കും നമ്മളോടുള്ളൊരു സപ്പോർട്ടും സ്നേഹവും, മീൻസ് ആ പുറമേ ഉള്ള ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തൊരു സപ്പോർട്ടാണ്, നമ്മളോട് എന്തൊരു സ്നേഹമാണ് എന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി അതൊരു റെഡ് ഫ്ലാഗ്സ് ആണെന്നുള്ളത് പിന്നീട് ലൈഫിൽ തന്നെ ഞാൻ ഒരുപാട് മനസ്സിലാക്കിയവരുണ്ട്. അതിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാവർക്കും ഗുഡ് ഇൻറ്റൻഷൻസ് ഉണ്ടാവില്ല. ചിലർ വരുന്നു, ചിലർ വന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരങ്ങോട്ട് പോകും. പിന്നെ നമ്മളത് എന്തൊക്കെ കൊടുത്തിട്ടാണെങ്കിലും ഈ ഒരു ബന്ധം നിലനിർത്തണം എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടും. അതാണ് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ലൈക്ക് നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മൾ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി വെക്കും. ആൻഡ് അതാണ് ഏറ്റവും മണ്ടത്തരമായിട്ട് എനിക്കും ഫീൽ ചെയ്തത്. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ റിഗ്രറ്റായിട്ട് കണ്ടത്. ബട്ട് സ്റ്റിൽ അത് റിഗ്രറ്റായിട്ട് ഇപ്പോൾ തോന്നുന്നും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്നിരുന്നാലും എനിക്ക് ലൈഫിലൊരു ലെസൺ പഠിക്കാനായിട്ട് ഓക്കെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ആവശ്യമില്ല, നമ്മുടെ കാര്യത്തിന് കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മുടെ എനർജി ടൈം എല്ലാം നമ്മൾ വേറെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത് ഈ സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ വന്നുകൊണ്ടാണ്. സോ റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നില്ല, ലെസൺസ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഇരുന്ന് ആടാനായിട്ട്. പക്ഷെ മേലെ കുറച്ച് കാക്കകളുണ്ട്, പടി തരുമോയെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളിതുവരെ അങ്ങനെ വഴക്കൊന്നും ഇടാറില്ലേ എന്ന് ചോദിച്ചേക്കാണ്. ഓഫ് കോഴ്സ് രാമൂടിനെയും എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നിങ്ങൾ. അപ്പം ഞാൻ രാമൂടിനും വഴക്ക് ഇട്ടിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോരം വഴക്കുകൾ. അതിപ്പോൾ പരിചയപ്പെട്ട സമയം മുതൽ ഇന്ന് രാവിലെ വരെ ഞങ്ങൾ വഴക്കിടാറുള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷെ എന്നാൽ പോലും നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വഴക്ക് എത്രത്തോളം പോകും, അതെന്തിൻ്റെ പേരിലാണെന്നുള്ളത് ഞങ്ങൾ തന്നെ അത് മനസ്സിലാക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തും നമ്മുടെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും കൂടെ ഉണ്ടാവുക, ഇയാളുടെ അടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളൊരു സാധനം എത്തുമല്ലോ. എന്ന് വെച്ചാൽ ഞാനൊരു ടോക്സിക് ബിഹേവിയർ അല്ല ഉദ്ദേശിച്ചത്. ലൈക്ക് നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പുറത്തുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വഴക്കായാലും അത് മാറിക്കോളും എന്നൊരു പോയിന്റിലേക്ക് നമ്മളെത്തും. ആ ഒരു ഫേസാണ് ആക്ച്വലി ഞാനും രാമുണ്ണും വന്നിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെട്ട് ഇത്രയും നാളെത്തി കുറേ കാര്യങ്ങളിലൂടെ ഗോ ത്രൂ ചെയ്തിട്ട് എത്തിയേക്കുന്നതാണ്. ഈവൻ ഞങ്ങൾ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഡിവോഴ്സ് വരെ ചെയ്യാൻ വിചാരിച്ചൊരു കപ്പിളാണെന്നുള്ളത്. അപ്പം അതൊക്കെ ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന ഒരു സംഭവങ്ങളാണ്, പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ മനസ്സിലാക്കി തന്നെ പോകുന്നവരാണെന്നുള്ളത് പിന്നീട് ഞങ്ങളുടെ ലൈഫിലൂടെ ഞങ്ങൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഓഫ് കോഴ്സ് വഴക്കിടുന്നവരാണ്. എന്നാലും ആ വഴക്കിട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും എന്തിനാണ് ആ വഴക്ക്, അത് മാറ്റാനായിട്ട്. ഇപ്പോൾ എന്തെങ്കിലും എൻ്റെന്നൊരു മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പോയിട്ട് എഫേർട്ട് ഇട്ടിട്ട് രാമൂട്ട സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ രാമുണ്ണാണെന്നുണ്ടെങ്കിലും ആ എഫേർട്ട് ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടാളും ഈക്വലി എഫേർട്ട് ഇടുന്നവരാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ റിലേഷൻഷിപ്പിൽ വേണ്ടത്. ഇപ്പോൾ ഒരാൾ മാത്രം എല്ലാം സോൾവ് ചെയ്യാനും ഒരാൾ മാത്രം പ്രശ്നം ഉണ്ടാക്കാനും ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ടാലി ആവത്തില്ല. രണ്ടുപേരും ഈക്വലി ഒരു പ്രശ്നത്തെയും ആ ഒരു സ്നേഹബന്ധത്തിനെ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടെ സ്നേഹവും ഉണ്ടാവുക, അവിടെ വഴക്കും ഉണ്ടാവുക, ആൻഡ് ഓൾസോ അവിടെ എന്താ പറയുക പരിഹാരങ്ങളും ഉണ്ടാവുക. സോ വഴക്കിടുന്നവരാണ്, വഴക്കിടുന്നതിനേക്കാൾ കൂടുതൽ അത്
ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും വീഡിയോ ചെയ്തതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇനിയും കോണ്ടന്റുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റ ബൈ ബൈ.